പ്രിയപ്പെട്ടവർ, ദ ട്രൂത്ത് ചാനലിൻ്റെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരിപാടിയിലെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഉണർന്ന് സത്യം അന്വേഷിക്കണം, നമ്മൾ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞത്. ആരെങ്കിലും പാലിച്ചോട്ടെ, ആരൊക്കെയെങ്കിലും സത്യം ജാഗ്രത പാലിക്കട്ടെ. എനിക്ക് അതിനകത്ത് എന്ത് കാര്യം? ഞാൻ 5 വർഷം കൂടുമ്പോൾ പോയി വോട്ട് ചെയ്യും. എനിക്ക് റേഷൻ സാധനങ്ങൾ സൗജന്യമായിട്ട് കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ സൗജന്യമായിട്ട് കിട്ടുന്നു എന്നറിയണം, അല്ലെങ്കിൽ സൗജന്യങ്ങൾ കുറേ കിട്ടുന്നു എന്നുള്ള ഒരു സംഗതി ആണ്. ആരെങ്കിലും ഭരിച്ചോട്ടെ, നമുക്കെന്ത് കാര്യം എന്നുള്ള ഒരു രീതിയിലൊരു നിസ്സംഗതാഭാവത്തിലേക്ക് നമ്മൾ പലരും കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വഴിയൊക്കെ നടക്കുമ്പോൾ ചെറുപ്പക്കാരോടും തൊഴിലാളികളോടൊക്കെ ഇങ്ങനെ സംവദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ലോഹിയൊക്കെ ചോദിച്ചവർ പറയും, സാറേ ഞാൻ പണിക്ക് പോയാൽ എനിക്ക് കാശ് കിട്ടും, അല്ലാണ്ട് ഈ രാഷ്ട്രീയവും ഗവൺമെൻറ്റും ഒക്കെ എനിക്കെന്തെന്ന്. എൻ്റെ വീട്ടിൽ കഞ്ഞി വെക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ അതങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു അതിൽ നിന്നെല്ലാം വിട്ട് ഇത് ആരുടെയോ നാട്, എന്തെങ്കിലും ആട്ടെ, തുറഞ്ഞു പോട്ടെ, നമുക്ക് കാര്യമൊന്നുമില്ല, നമുക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ശൈലി വന്നിരിക്കുന്നത് വൈകുന്നേരം ഒരു കൂലി തൊഴിൽ ചെയ്യുന്നു, 1000, 1500, 1200 രൂപ അതിൻ്റെ വേതനമായിട്ട് ലഭിക്കുന്നു. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മദ്യം എല്ലായിടത്തും സുലഭമാണ്. ബിവറേജസ് കോർപ്പറേഷൻ്റെ കടയിൽ പോയി ക്യൂ നിൽക്കുന്നു, അത് വാങ്ങിച്ച് കഴിക്കുന്നു, നല്ല ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കുന്നു. ആ വീട്ടിലേക്ക് കൊച്ചു ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ ആയിട്ട് കുറച്ച് പാഴ്സൽ അവിടെ നിന്ന് കരുതുന്നു. ആ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പല വിധത്തിലുള്ള ലോട്ടറി, ദിവസം ലോട്ടറി ഉണ്ട്, മാസത്തിലുണ്ട്, ആഴ്ചയിലുണ്ട്, ഇങ്ങനെയുള്ള ലോട്ടറികളുടെ ആൾക്കാരിങ്ങനെ സമീപിക്കുമ്പോൾ അവരുടെ നിന്ന് ഒരു ഭാഗ്യം പരീക്ഷിക്കുക. മനുഷ്യന് പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ നയിക്കുക. ഒരു 100, 200, 300, 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരു കോടീശ്വരനായി ആകില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ ഈ കഷ്ടപ്പാടിൽ നിന്ന് മോചനമാകും. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർക്ക് ഈ കിട്ടുന്ന സമ്പാദ്യത്തിൽ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ഒരു അംശം സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരക്ഷണ പദ്ധതിയിൽ നമുക്ക് ചേരണം. ഒരുപാട് പദ്ധതികളുണ്ട്, നമുക്കറിയാം. പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ വകയായിട്ട് ഒരുപാട് പദ്ധതികൾ ഉണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഭവന നിർമ്മാണ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ സർക്കാർ ഏജൻസികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് അതിന് വലിയ കാര്യമായ റോളൊന്നുമില്ല എന്ന് ധരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഒരു പൗരധർമ്മം, പൗരബോധം അങ്ങ് താന്നുപോയി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും രാഷ്ട്രീയക്കാർ വന്ന് പറയും, നോട്ടീസ് തരും, നമ്മൾ പോയി വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്നിടത്ത് പോളിംഗ് ബൂത്തിലെ വോട്ട് നമ്മുടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ നിശ്ചയിച്ചോളും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും, അതായത് കുറ്റവാളികളുടെ ഒരു സമൂഹമാണ്. നമ്മൾ ആലോചിച്ചു, ഓരോ സംസ്ഥാനത്തെയും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നത് മിക്കവാറും ഒരു അരഡസനെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ളവരാണ്. കേരളത്തിലെ തന്നെ എടുത്ത് നോക്കുക, നമ്മുടെ പല മന്ത്രിമാരും കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അവർ വിചാരണ നേരിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിലുള്ളതുകൊണ്ട് അവരുടെ അനിഷ്ടം സമ്പാദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ കേസങ്ങ് എടുത്ത് ഫയലങ്ങ് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ ഇത് വലിയൊരു അപകടമാണ്. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ വെറുതെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നുമല്ല. എതിരഭിപ്രായമുള്ളവരെ കാലടിച്ച് ഓടിക്കുക, എതിരഭിപ്രായം പറഞ്ഞവൻ്റെ ആഫീസിൽ കയറി തീ വെക്കുക, അവനെ പാർട്ടിയിൽ നിന്ന് ഇച്ചിരി അകലച്ച പാലിച്ചിരിക്കുന്നവരെ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൊല്ലിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നവർ ആലോചിക്കുക. അവർക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണേലും അതിൽ ന്യായാധിപന്മാർ പോലും ഇവരൊക്കെ ഭയപ്പെടുകയാണ്. കുറ്റവാളികളെ ആർക്കാ ഭയമില്ലാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വർഗം, നമ്മളൊരു വർഗം തന്നെ പറയണം, കുറ്റം ചെയ്യാത്തവരായിട്ട് മാന്യന്മാരായിട്ട് നിയമവിധേയമായിട്ട് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ ഏത് മന്ത്രിസഭ, ഈ രാജ്യത്തെ മന്ത്രിസഭയിൽ എടുത്തു നോക്കുക, അവരുടെ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. അവർ രാഷ്ട്രീയത്തിൽ വന്ന കാലത്ത് അവർക്ക് വളരെ തുച്ഛമായ സ്വത്തേ ഉണ്ടാകുന്നുള്ളൂ. വരുമാനം എന്ന് പറയുന്ന കാര്യമായിട്ടില്ല. പൊതുപ്രവർത്തനം നടക്കുന്ന ആൾക്ക് എവിടുന്ന വരുമാനം ഉണ്ടാകുക? അത്യാവശ്യം അവരുടെ ജീവിതം നടന്നു പോകും. അപ്പം അങ്ങനെയുള്ളവരുടെ ഓരോ ഇലക്ഷൻ അവർ ഡിക്ലെയർ ചെയ്യുക, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, ആസ്തി, ചിലരത് മൂടി വെക്കും. അപ്പം ഇങ്ങനെ കുറ്റവാളികൾ നമ്മുടെ ഭരണകർത്താക്കൾ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകരാണേലും ബാങ്ക് ജീവനക്കാരാണേലും സിവിൽ സർവീസുകാരാണേലും സാധാരണ സർക്കാർ ജീവനക്കാരാണേലും ഒക്കെ ഈ കുറ്റവാളികളെ അവരുടെ ഇംഗിതം, അവരുടെ ഇച്ഛ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. ഇവരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നവരാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഭരണഘടനയോട് വിധേയം, സത്യവും നീതിയും പാലിക്കുന്നു, ഭയമോ മറ്റു ഏതെങ്കിലും സ്വാധീനത്തിനോ വകപ്പെടുകയെന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അധികാരത്തിലേക്കാണ്. അതിലെ സർക്കാർ ജീവനക്കാരെല്ലാവരും എങ്ങനെയാണ്? സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരൻ
ഒരു സത്യപ്രതിജ്ഞ ഗവർണറുമായിട്ട് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിലെ ജീവനക്കാരന് രാഷ്ട്രപതിയായിട്ടാണ് കരാറ്. ഞാൻ ഈ രാജ്യത്തെ സേവിച്ചോളാവുന്നു, ഇതിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള രീതി ജീവിച്ചോളാവുന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താണ്? ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നേരെ വിരുദ്ധമായിട്ടാണ് കുറ്റകൃത്യങ്ങളിൽ പെടുക, വ്യാജപറക്കണം, അഴിമതി ഇതെല്ലാം നടത്തി അങ്ങനെ ഒരു തലമുണ്ട്. അതിൻ്റെ തല താഴെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ സാധാരണക്കാരിങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ മുന്നോട്ട് ചെല്ലും തോറും ജീവിതം വളരെ ദുസ്സഹമായിരിക്കും, നമ്മുടെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കും. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ എല്ലാ വിവരങ്ങളും, ലോകത്തിൻ്റെ ഏത് കോണിലുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ നൊടിയിടയിൽ അറിയാവുന്ന ഉപകരണം നിങ്ങളിലുണ്ട്. ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട്. നിങ്ങൾ ഓരോ രാജ്യത്തെയും, വികസിത രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെയും കുറിച്ച് ഇതിനെ നമ്മളൊന്ന് അടിച്ചു നോക്കി അറിയാം. അവരുടെയൊക്കെ ജീവിതത്തെക്കാളും നല്ല ഒരു ജീവിതക്രമം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വഴിവിട്ടുപോയി, വഴിതിരിഞ്ഞു പോയി, അതിങ്ങനെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു നിലവാരം തകർന്നു പോയെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ, എല്ലാ തരത്തിലുള്ള ജനങ്ങൾ, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിലുണ്ടായാൽ പോലും നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാടാണ്. ഈ നാട് നിലനിന്നാൽ മാത്രമേ നമുക്ക് ജീവിതം ഉള്ളൂ. കാരണം നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വേറെ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മളവിടുത്തെ രണ്ടാം കിട പൗരനാണ്. അവരവിടെ നമ്മളെ ഏതെങ്കിലും നമ്മുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് അവർ നമ്മളെ ചിലപ്പോൾ ജോലിക്കെടുത്തേക്കും. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു പൗരത്വം നമുക്ക് തന്നേക്കും. പക്ഷെങ്കിൽ പോലും നമ്മുടെ വേര് നമ്മൾ ജനിച്ച നാടിലാണ്. നമ്മുടെ അവകാശവും നമ്മുടെ കടമയും കർത്തവ്യവും എല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട് നമ്മൾ നന്നാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട്, മാത്രമല്ല വരും തലമുറയുടെ ജീവിതം സുഗമമാകണമെങ്കിൽ, സന്തോഷകരമാണെങ്കിൽ നമ്മുടെ പൗരധർമ്മം നിറവേറ്റിയേ മതിയാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടായേ തീരൂ. അപ്പം അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് നമ്മൾ ജാഗ്രത എന്ന ഈ ചാനലിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അതാണ് നമ്മൾ അലസരായിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളോട്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ പ്രതികരിക്കണം. അതിനെ എസ്റ്റാബ്ലിഷായിട്ട് നിയമം അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക, അതിനെ നന്നാക്കിയെടുക്കുക, അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. നമ്മുടെ വലിയ ഒരു തകർച്ച എന്ന് പറയാൻ ഒക്കില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമയത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വലിയ തിരക്കായിരുന്നു. പിള്ളേരെല്ലാം പഠിക്കാനായിട്ട് പോന്നു, ബിടെക്കിന് പോന്നു, എംടെക്കിന് പോന്നു. അപ്പോൾ അന്ന് നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആവേശത്തോടെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഓരോ നല്ല കോളേജുകൾ, അന്നത്തെ നമ്മുടെ ഒരു കോളേജിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേഡ് നമ്മൾ നിശ്ചയിക്കുന്നത് എത്ര കുട്ടികളെ കമ്പനിക്കാർ വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടത്തി എന്നുള്ള അതായിരുന്നു നമ്മുടെ അതിൻ്റെ എന്താ പറയുക, റേറ്റിംഗ്. അത് എൻ്റെ ഓർമ്മയിൽ ആദ്യകാലത്തൊക്കെ 1 കോടി രൂപയൊക്കെ ശമ്പളം കൊടുത്ത്, ഒരു വർഷത്തേക്ക് 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 12.90 8 ലക്ഷം രൂപയൊക്കെ ശമ്പളം കൊടുത്ത് കുട്ടികളെ കമ്പനികൾ കൊണ്ടുപോയിട്ടുണ്ട്. വിദേശ കമ്പനികളും സ്വദേശ കമ്പനികളൊക്കെ. അതൊക്കെ നമ്മുടെ പത്രം വലിയ വാർത്തകളാണ്, വലിയ ആവേശമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേർ ആ രംഗത്ത് പോയി കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും അവസരമില്ല എന്ന് പറയുന്നത്, നമുക്ക് അവസരം ഉണ്ടാക്കാനുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് തൊഴിലാക്കി മാറ്റാം, അല്ലെങ്കിൽ ഈ കടങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നമുക്ക് തൊഴിലവസരങ്ങളും ജീവനോപാധികളുമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് രാഷ്ട്രീയ കക്ഷികളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കേണ്ട കാര്യമാണ്, പക്ഷേ നടക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുള്ള അനുഭാവികൾക്ക് എന്നോട് ദേഷ്യം തോന്നും. 1-2 പേർ അതിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വ്യക്തിപരമല്ല, ആശയപരമാണ്. ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ അംഗങ്ങളുടെ അനുയായികളുടെ മാത്രം സ്വത്തല്ല, ആ നാടിൻ്റെ ആകമാനമുള്ള സ്വത്താണ് ഒരു സംഘടന. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരുടെ ഇതിങ്ങനെ സത്യം പറയുന്ന ആൾക്കാർക്കെതിരായിട്ട് നിങ്ങൾ വാളെടുക്കുക എന്ന് പറയുന്നതല്ല അതിന് ശരി. ആശയം കൊണ്ട് തന്നെ നിങ്ങൾ നേരിടുക. പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, വസ്തുതാപരമായിട്ട് ഇതിനകത്ത് പിശകുണ്ട്, അവിടെ നിങ്ങൾ തിരുത്തണം. ഞാൻ തിരുത്താം. അടുത്ത എപ്പിസോഡിൽ ഞാൻ അത് തിരുത്തുകയും അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടിട്ട് എൻ്റെ നേതാവിനെക്കുറിച്ച് കുറ്റം പറഞ്ഞു, എൻ്റെ പാർട്ടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കലഹത്തിന് വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്താം, ഫോണിൽ സംസാരിക്കാം. അറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് തയ്യാറാണ്. അപ്പോൾ നമ്മൾ ഇത് തുടരും. ഇതെന്ന് പറഞ്ഞാൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നിടത്തോളം ആ കാലം വരെ നമ്മൾ ഈ സംപ്രേഷണവും പരിപാടികളും തുടരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സംപ്രേഷണത്തിൽ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.